ഹെലികോപ്റ്ററിലുള്ള പരിശോധന ആരംഭിക്കുന്നതേയുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ രക്ഷാപ്രവർത്തനം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഇപ്പോൾ തന്നെ 36 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ശ്രീജിത്ത് ചേരുന്നുണ്ട് ഇതിൻ്റെ വിവരങ്ങളുമായി. ശ്രീജിത്ത്, എന്താണ് ഈ സ്ഥിരീകരിക്കപ്പെട്ട മരണങ്ങളുടെ വിവരം? തീർച്ചയായും ഹർഷൻ, 36 മരണങ്ങൾ വയനാട്ടിൽ ചൂരൽമല ദുരന്തത്തിൽ സംഭവിച്ചു എന്നുള്ളൊരു സ്ഥിരീകരിച്ച വിവരമാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം 2 മേഖലകളിലായിട്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത്. കാരണം ഒന്ന് ചൂരൽമലയിലും ഒന്ന് മുണ്ടക്കയിലും അതോടൊപ്പം അട്ടമലയിലും. അവിടെ രക്ഷാപ്രവർത്തകർ എത്തിച്ചേരുന്നതേ ഉള്ളൂ. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാലിയാറിൽ ഒഴുകിയെത്തിയ മൃതദേഹങ്ങൾ ഏതൊക്കെയാണ്, എവിടെ നിന്നാണ് എന്നുള്ളൊരു തിരച്ചിൽ കൂടി, ഒരു സ്ഥിരീകരണം കൂടി ഇപ്പോൾ നടത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 15 മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 5 മൃതദേഹങ്ങൾ നിലമ്പൂരിൽ ഉണ്ട്. അതോടൊപ്പം തന്നെ ചൂരൽമലയിൽ നിന്ന് കിട്ടിയ മൃതദേഹങ്ങളുടെ കണക്ക് കൂടി എടുത്താണ് ഈ 36 എന്നുള്ളൊരു കണക്കിലേക്ക് ഔദ്യോഗികമായി സർക്കാർ എത്തുന്നത്. കാരണം ജില്ലാ ഭരണകൂടം ഇപ്പോഴാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത്. രാവിലെ പുലർച്ചെ 4 മണി മുതൽ തുടങ്ങിയ രക്ഷാപ്രവർത്തനമാണ്. അതിനു മുമ്പ് 2 മണിയോടുകൂടി ഉണ്ടായ അപകടമാണ്, വലിയ ദുരന്തമാണ്. ആദ്യം ചൂരൽമലയിൽ ഒരു മണ്ണിടിച്ചിലുണ്ടാകുന്നു, അതിനുശേഷം മുണ്ടക്കയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നു, പിന്നീട് വീണ്ടും ചൂരൽമലയിൽ മണ്ണിടിച്ചിലുണ്ടാകുന്നു. ഈ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ചൂരൽമലയിലെ പുഴയിലേക്ക് വന്നെത്തുന്നതാണ് ദുരന്തത്തിൻ്റെ കാരണമായി മാറിയത്. ഇത് വീടുകളിലേക്ക് ചെളി അടിഞ്ഞു കൂടുന്നതിനും ഒപ്പം മലയിൽ നിന്നും വനത്തിൽ നിന്നും നിലമ്പൂർ വനമേഖലയിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ പ്രഭവ കേന്ദ്രം ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല. നിലമ്പൂർ വനമേഖലയിൽ നിന്നുള്ള മരങ്ങൾ കൂടി വെള്ളത്തോടൊപ്പം ഒഴുകിയെത്തിയതാണ് ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ ആഘാതമായി മാറിയത്. കാരണം വീടുകൾക്ക് അകത്തേക്ക് ഉറങ്ങിക്കിടക്കുന്നവർക്ക് പുറത്തേക്ക് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ ചെളിയും മരങ്ങളും വീണു വീടുകൾ മുഴുവൻ അടയുന്നൊരു സാഹചര്യം ഉണ്ടായി. മലയോര മേഖലയാണ്, വനമേഖലയോട് ചേർന്ന പ്രദേശമാണ്, ചെറിയ റോഡുകളാണ്. ഇതെല്ലാം അതോടൊപ്പം തന്നെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടുകൂടി രക്ഷാപ്രവർത്തനം തീരെ ദുഷ്കരമായി. ഏതാണ്ട് ഫയർഫോഴ്സിന് സംഭവ സ്ഥലത്തേക്ക് എത്താൻ കഴിഞ്ഞത് തന്നെ, മുണ്ടക്കയിലേക്ക് എത്താൻ കഴിഞ്ഞത് തന്നെ ഏതാണ്ട് 4 മണിയോടുകൂടി തന്നെയാണ്. അപ്പോഴാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ വൈദ്യുതി ബന്ധത്തിൻ്റെ ഇല്ലാതിരുന്നതും മൊബൈൽ സേവനങ്ങളുടെ ലഭ്യതയുമൊക്കെ, ആളുകൾ എവിടെയൊക്കെയാണ് കുടുങ്ങിക്കിടക്കുന്നത്, ഏതൊക്കെ വീടുകളിലാണ് ആളുകളുള്ളത്, വനമേഖലയോട് ചേർന്ന പ്രദേശമായതിനാൽ എവിടെയാണ് വീടുകളുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും യാതൊരു ധാരണയും ആദ്യം ഉണ്ടായിരുന്നില്ല. അതിനുശേഷം പ്രാദേശിക ജനപ്രതിനിധികളുടെയും മാധ്യമപ്രവർത്തകരുടെയൊക്കെ സഹായത്തോടുകൂടി നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങിയത്. നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഫയർഫോഴ്സ് കൂടി എത്തി വലിയ മരങ്ങൾ നീക്കം ചെയ്ത ശേഷമാണ് അവിടേക്ക് എത്താൻ കഴിയുന്നത്. അതോടൊപ്പം ചൂരൽമലയിലെ പാലം, ചെറിയ പാലമാണ്, ആ പാലത്തിലൂടെയാണ് ഗതാഗതം സാധ്യമായിക്കൊണ്ടിരുന്നത് ചൂരൽമലയിലേക്ക്. ആ പാലം ഭാഗികമായി തകർന്നുകൂടി രക്ഷാപ്രവർത്തകർക്ക് ഒരു തരത്തിലും എത്താൻ കഴിയാത്ത സാഹചര്യം. പിന്നീട് ഏതാണ്ട് 5 മണിയോട് കൂടിയാണ് ഫയർഫോഴ്സിൻ്റെ 2ാമത്തെ സംഘം എത്തുന്നത്. അത് മേപ്പാടിയിൽ നിന്നും കൽപ്പറ്റയിൽ നിന്നും പിന്നീട് കോഴിക്കോട് നിന്ന് എത്തുകയാണുണ്ടായത്. ഇതോടുകൂടിയാണ് രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ ആരംഭിക്കുന്നത്. പിന്നീടാണ് NDRFൻ്റെ ഒരു സംഘം കോഴിക്കോട്ട് നിന്ന് എത്തുന്നത്. ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നത്. നമുക്കറിയാം, ആദ്യം തന്നെ നമ്മൾ രാവിലെ പുലർച്ചെ 4 മണിക്ക് പറഞ്ഞിരുന്നതാണ് ഇക്കാര്യം. അതിനുശേഷം MLA മാരുടെ സംഘം എത്തുന്നു. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം സജീവമായി ആരംഭിക്കുന്നത്. ഇപ്പോൾ റോഡുകളിലൂടെ ഗതാഗതം പുനഃസ്ഥാപിക്കാനും അതിനുശേഷം പരിക്കേറ്റവരെ വീടുകൾക്കകത്തു നിന്ന് കണ്ടെത്തി അവരെ ആശുപത്രികളിൽ എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ രക്ഷാപ്രവർത്തനം നടക്കുന്ന സമയത്താണ് മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ നിന്ന് ലഭിക്കുന്നത്. പോത്തുകല്ലിലാണ് ആദ്യം പുഴയോർത്ത് ഒഴുകി വന്ന മൃതദേഹങ്ങൾ കണ്ടത്. പോത്തുകൽ നമുക്കറിയാം മലപ്പുറം ജില്ലയുടെ മേഖലയാണ്. വയനാട് ജില്ലയിലെ ചൂരൽമലയിലുണ്ടായ അപകടത്തിൻ്റെ ആഘാതവും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും പിന്നീട് പോത്തുകല്ലാണ് ഉണ്ടായത്. പോത്തുകല്ലിൽ നിന്ന് 15 മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. അതേസമയം തന്നെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ തന്നെയാണ് നമുക്കറിയാം ചൂരൽമലയിൽ നിന്നും മുണ്ടക്കയിൽ നിന്നും പിന്നീട് പുഴയോരത്തു നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴും അതൊരു വലിയ ദുരന്ത മേഖലയായി നിലനിൽക്കുകയാണ്. ആളുകളെ വീടുകൾക്കകത്ത് ഇപ്പോഴും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് NDRF നടത്തുന്നത്. NDRFൻ്റെ 4ാമത്തെ സംഘം കൂടി എത്തുന്നതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മന്ത്രിമാരുടെ ഒരു 5 അംഗ സംഘം കൂടി എത്തുന്നുണ്ട്. ജനപ്രതിനിധികൾ എല്ലാവരും അവിടെയുണ്ട്. T. സിദ്ദിഖ് MLA രാവിലെ 5 മണിക്ക് തന്നെ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ആദ്യ ഘട്ടത്തിൽ ചെറിയ രൂപത്തിലുള്ള അപകടം എന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പിന്നീട് അത് വലിയ ദുരന്തമായി, നാടിനെ ഞെട്ടിച്ച അപകടമായി മാറുകയായിരുന്നു. ഏതാണ്ട് 400ഓളം കുടുംബങ്ങളാണ് ആ മേഖലയിൽ താമസിക്കുന്നതെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്ന വിവരം. പഞ്ചായത്ത് മെമ്പർ നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ 400 കുടുംബങ്ങളിൽ വന്ന് താമസിക്കുന്നവരും അല്ലാത്തവരുമായ ആളുകളുണ്ട്. അതോടൊപ്പം 3 ഹോം സ്റ്റേകളുണ്ട് അവിടെ. അതൊരു ചെറിയ ടൂറിസം കേന്ദ്രം കൂടിയാണ്. ആ ഹോം സ്റ്റേയിൽ ആരൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. അവിടെ പുറത്തുനിന്നുള്ള സഞ്ചാരികൾ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കണക്കുകൾ കൂടി വന്നതിന് ശേഷമായിരിക്കും ആളുകളെ കൂടുതൽ കണ്ടെത്താൻ, ഇനിയും കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തണമെങ്കിൽ അത്തരമൊരു കണക്കെടുപ്പ് കൂടി നടത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം അവിടെ വെള്ളരിമല സ്കൂൾ ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ അത്
ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിരുന്ന സ്ഥലമായിരുന്നു ആ സ്കൂൾ. വെള്ളരിമല സ്കൂൾ പൂർണ്ണമായും മണ്ണിനടിയിലായി. അവിടെ അതിൻ്റെ 4ാമത്തെ നിലയിലേക്ക് ഇപ്പോൾ രക്ഷാപ്രവർത്തകർ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കാരണം അവിടെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയുമോ എന്നുള്ളൊരു അന്വേഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അതോടൊപ്പം ചൂരൽമല സ്കൂളും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. പുഴ വഴിമാറി ഒഴുകിയൊരു ദുരന്തമാണ്. വലിയ മണ്ണിടിച്ചിൽ, വലിയ ഉരുൾപൊട്ടൽ, അതേ തുടർന്ന് പുഴ വഴിമാറി ഒഴുകിയ പുഴ വീടുകളിലേക്കാണ് ഒഴുകിയെത്തിയത്. അതായിരുന്നു ദുരന്തത്തിൻ്റെ ആഘാതം വർദ്ധിപ്പിച്ചത്. ആ പുഴയിൽ ഒഴുകിയെത്തിയ ചെളിയും മരങ്ങളുമാണ് വീടുകൾക്കകത്ത് അടിഞ്ഞുകൂടി ആളുകൾക്ക് വലിയ ദുഷ്കരമായ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത രൂപത്തിലേക്ക് ആളുകളെ എത്തിച്ചത്. അതുതന്നെയാണ് ഇപ്പോഴും അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ രൂപത്തിൽ അകത്ത് വീടുകൾക്കുള്ളിൽ ആരെങ്കിലും ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. NDRFിൻ്റെ 4ാമത്തെയും 5ാമത്തെയും സംഘം കൂടി ചൂരൽമലയിലേക്ക് എത്തുകയാണ്. അതോടുകൂടി രക്ഷാപ്രവർത്തനം കൂടുതൽ സജീവമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സൈന്യം എത്തണമെന്നാണ് ജനപ്രതിനിധികൾ. രാവിലെ 5 മണിക്കാണ് TC ആദ്യം സൈന്യം എത്തിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിലാകുകയുള്ളൂ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം വയനാട്ടിലെ ഭൂപ്രകൃതി, റോഡുകളുടെ അവസ്ഥ, ഈ ദുരന്തത്തെ തുടർന്നുണ്ടായ റോഡുകൾ തകർന്ന അവസ്ഥ, ചൂരൽമലയിലെ പാലം തകർന്ന അവസ്ഥ, ഇതേ തുടർന്ന് സൈന്യം എത്തണമെന്നും ഹെലികോപ്റ്റർ എത്തണമെന്നും ആളുകളെ എയർലിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യം കൂടി MLA രാവിലെ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. അതിനെ തുടർന്നാണ് സർക്കാരും മറ്റ് സംവിധാനങ്ങളും ഉണർന്നെഴുന്നേറ്റത്. രാവിലെ 4 മണിക്ക് ശേഷവും 5 മണിക്ക് ശേഷവും മന്ത്രിമാരായ AK ശശീന്ദ്രനും K രാജനും ഇക്കാര്യത്തിൽ ഒരു ഏകോപനത്തിന് തയ്യാറായി. അതിനുശേഷം മന്ത്രിതലത്തിൽ വലിയ ചർച്ചകൾ നടന്നു. ഇപ്പോൾ ഏതാണ്ട് സൈന്യം ഹെലികോപ്റ്റർ അയക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. 2 ഹെലികോപ്റ്റർ കൂടി വരുമ്പോൾ കുടുങ്ങിക്കിടക്കുന്നതിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് രക്ഷാപ്രവർത്തകർ പങ്കുവയ്ക്കുന്നത്. NDRFിൻ്റെ ഒരു സംഘം ചൂരൽമലയിലെ പുഴ, നമുക്കറിയാം വഴിമാറി ഒഴുകിയ, ഗതിമാറി ഒഴുകിയ പുഴ, അതിന് കുറുകെ ഒരു പാലം നിർമ്മിച്ച് മറുകരയിലേക്ക് എത്തി വീടുകളിൽ നിന്ന് ആളുകളെ രക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമം കൂടി ഇപ്പോൾ നടത്തുന്നുണ്ട്. നമുക്കറിയാം പൊളിഞ്ഞ പാലത്ത് നിൽക്കുന്ന അതേ സ്ഥലത്താണ് കൂടുതൽ വീടുകൾ ഉണ്ടായിരുന്നത്. ആ വീടുകൾക്കകത്ത് ആളുകളുണ്ടോ എന്നുള്ള പരിശോധന നടത്തുന്നുണ്ട്. അതിനുവേണ്ടി ഒരു താൽക്കാലിക പാലം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് മന്ത്രി പറഞ്ഞിരുന്നു. ഇപ്പോൾ NDRFിൻ്റെ സംഘം ശ്രമിക്കുന്നത് അവിടെ പാലം നിർമ്മിക്കാനും അതോടൊപ്പം പുഴയിൽ അടിഞ്ഞുകൂടിയ മരങ്ങൾ നീക്കം ചെയ്യാനുമാണ്. ഈ പ്രദേശമാകെ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. ചാലിയാർ പുഴയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. അതോടൊപ്പം മുണ്ടക്കൈ പൂർണ്ണമായും തകർന്ന് തരിപ്പണമായൊരവസ്ഥ. 2019 ഓഗസ്റ്റ് 8-നുണ്ടായ പുത്തുമല ദുരന്തത്തിന് സമാനമായ സാഹചര്യം. ഏതാണ്ട് ഈ ചൂരൽമലയിൽ നിന്നും ഏതാണ്ട് 5-6 കിലോമീറ്റർ ദൂരം മാത്രമാണ് പുത്തുമലയിലേക്കുണ്ടായിരുന്നത്. ഇന്നലെ പുലർച്ചെ മുതൽ തുടങ്ങിയ മഴ ഇന്നലെ പുലർച്ചെയും ഇന്ന് രാത്രിയോളവും പെയ്തു തീരുമ്പോൾ ചൂരൽമലയിൽ ഉണ്ടായത് വലിയ ദുരന്തം. 2 ഉരുൾപൊട്ടലുകൾ. 3ാമത്തെ ഉരുൾപൊട്ടൽ മുണ്ടക്കൈ ടൗണിലും ഉണ്ടായതോടുകൂടി ചൂരൽമല പുഴയും ആ പ്രദേശവും ഒന്നാകെ കലങ്ങി മറിഞ്ഞ് ചെളിയും മരങ്ങളും നിറഞ്ഞൊരവസ്ഥ. ഇപ്പോൾ NDRFിൻ്റെ ഒരു സംഘം കൂടി കോഴിക്കോട്ട് നിന്ന് വയനാട്ടിലേക്ക് എത്തുകയാണ്. കാരണം രക്ഷാദൗത്യം അതീവ ദുഷ്കരമാണ്. ഈ ദുഷ്കരമായ സാഹചര്യം മറികടക്കാൻ സൈന്യത്തിൻ്റെ സേവനമാണ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ് മുണ്ടക്കൈയിൽ ഉണ്ടായിട്ടുള്ളത്. ഇതോടൊപ്പം നമ്മൾ എടുത്തു പറയേണ്ടത് മറ്റ് ജില്ലകളെ കൂടി ഇത് ബാധിക്കുന്ന രൂപത്തിൽ ചാലിയാറിൽ ജലനിരപ്പ് ഉയരുന്നു. ചാലിയാറിൻ്റെ ഇരുകരകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ് ഇക്കാര്യങ്ങൾ. 36 മരണം എന്നുള്ള ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. കാരണം പുഴയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്ന ഒരു സാഹചര്യം, ഇത് അനിതര സാധാരണമായ അപകട സാഹചര്യമാണ് ചൂരൽമലയിൽ ഉണ്ടായിട്ടുള്ളത്. ഒരു പ്രദേശത്ത് നിന്ന് അപകടം ഉണ്ടാകുന്നു, പുഴയിൽ കുത്തിയൊലിച്ച് മൃതദേഹങ്ങൾ ഒഴുകി പോകുന്ന അവസ്ഥ, രാവിലെ ഉണർന്നെഴുന്നേൽക്കുമ്പോൾ മൃതദേഹങ്ങൾ പുഴയിൽ കാണുന്ന അവസ്ഥ ചാലിയാറിൽ. അതോടൊപ്പം നമുക്കറിയാം പുത്തുമല ദുരന്തത്തിൽ ഇനിയും അതിൻ്റെ ശേഷിപ്പുകൾ അവസാനിച്ചിട്ടില്ല. അതിൻ്റെ വേദന ഈ പറഞ്ഞതുപോലെ തന്നെയാണ് വയനാട്ടിലുണ്ടായ വലിയ ഉരുൾപൊട്ടൽ ദുരന്തം. ആ ദുരന്തത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് കേരളം.